നമസ്കാരം. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കമാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ സമ്മേളനത്തിലെ 400-ലധികം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയാണ് പിണറായി സർക്കാർ ഇക്കുറി സഭയിലെത്തുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ല എങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന നിയമസഭാ സ്പീക്കറുടെ റൂളിംഗ് പാലിക്കാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇക്കുറി പ്രതിപക്ഷത്തിന് മുന്നിൽ വിയർക്കും. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പോലീസിന്റെ നരനായാട്ടം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത് എന്ന ആശങ്കയിലാണ് ഇപ്പോഴും സർക്കാർ. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം 15 മുതൽ ഒക്ടോബർ 10 വരെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഒക്ടോബറിൽ വരികയാണ് എങ്കിൽ സമ്മേളനം ചുരുക്കേണ്ടി വരും. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ സംസ്ഥാനത്തുടനീളം ഉയരുന്ന ആരോപണങ്ങൾ നിയമസഭയിൽ ചോദ്യങ്ങളായി മാറും. എല്ലാ ചോദ്യങ്ങൾക്കും ആഭ്യന്തര വകുപ്പ് നോക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ഉത്തരം പറയേണ്ടി വരിക. എന്നാൽ കഴിഞ്ഞ നിരവധി സമ്മേളനങ്ങളിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇപ്പോഴും ഉത്തരം പറയാനുണ്ട്. ഇത്തവണയും വിവരം ശേഖരിച്ചു വരുന്നു എന്ന പതിവ് പല്ലവി തന്നെയായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിക്കുക. MLA-മാർ ചോദ്യം നിയമസഭാ സെക്രട്ടറിക്ക് എഴുതി നൽകി കഴിഞ്ഞാൽ 8 ദിവസമാണ് മന്ത്രിമാർക്ക് ഉത്തരം തയ്യാറാക്കുന്നതിനായി ലഭിക്കുന്നത്. മുൻപ് ചോദ്യം അച്ചടിച്ചെത്താനായി കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇമെയിൽ വഴി 2 ദിവസം നേരത്തെ തന്നെ ചോദ്യങ്ങൾ മന്ത്രിമാരുടെ ഓഫീസിലെത്തും. പേഴ്സണൽ സ്റ്റാഫ് അവ പരിശോധിച്ച് ഡയറക്ടറേറ്റുകളിലേക്ക് മറ്റും കൈമാറും. ഉത്തരം ശേഖരിച്ച് സമർപ്പിക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ്. മുൻപ് ശേഖരിച്ച കണക്കുകളാണ് എങ്കിൽ ഉടൻ തന്നെ മറുപടി നൽകാം. എല്ലാ നിയമസഭാ സമ്മേളനങ്ങളിലും വരുന്ന പതിവ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുകയാണ് പതിവ്. വിവരാവകാശ നിയമപ്രകാരം 10 രൂപ ഫീസ് നൽകിയാൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്ന നമ്മുടെ നാട്ടിലാണ് വർഷങ്ങളോളം ഈ ഉത്തരത്തിനായി MLA-മാരും ജനങ്ങളും കാത്തിരിക്കേണ്ടി വരുന്നത്. നിയമസഭയിൽ MLA-മാർ ചോദ്യമുന്നയിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമല്ല. തന്റെ മണ്ഡലത്തിലെ ഒരു പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് MLA ചോദിച്ചാൽ അത് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടും. പണി വേഗത്തിലാകും. പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് കാര്യകാരണ സഹിതം ജനങ്ങൾക്ക് ബോധ്യമാകുകയും ചെയ്യും. പണി വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയാൽ അത് മറ്റൊരു ഫയലായി രൂപാന്തരപ്പെടും. ഉറപ്പ് പാലിക്കാൻ മന്ത്രി ബാധ്യസ്ഥനാകുകയും ചെയ്യും. ഉത്തരം നൽകിയില്ല എങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മന്ത്രിക്കും വകുപ്പിനും മാറി നിൽക്കുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട 400-ലധികം ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കാനുള്ളത്. വൈദ്യുതി, സഹകരണം, കൃഷി, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ മാത്രമാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത്. ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് പല വകുപ്പുകളും വ്യക്തമാക്കുന്നത്. എന്നാൽ നിശ്ചയിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണം. വൈകുന്ന മറുപടികൾ വിശദീകരണ കുറിപ്പോടെ സഭയിൽ വയ്ക്കണം എന്നതാണ് ചട്ടം. മറുപടികൾ ലഭിച്ചപ്പോഴേക്കും സഭാ സമ്മേളന കാലയളവ് കഴിഞ്ഞിരിക്കാമെന്നാണ് അനൌദ്യോഗികമായ വിശദീകരണം. ഫലത്തിൽ വരും സമ്മേളന കാലത്തെ മറുപടികൾ വെളിച്ചം കാണും. കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 47-ാം വകുപ്പ് പ്രകാരം ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ സഭയിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന മറുപടികൾ ചോദ്യം പരിഗണിക്കുന്നതിന്റെ തലേന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിരിക്കണം. പൂർണ്ണമായ മറുപടിയില്ലെങ്കിൽ ഇടക്കാല മറുപടിയെങ്കിലും കൈമാറണം. മറുപടി 15 ദിവസത്തിലേറെ വൈകുകയുമരുത്. ചോദ്യങ്ങൾക്ക് കൃത്യമായും സമയബന്ധിതമായും ഉത്തരം നൽകാത്തതിന്റെ പേരിൽ 10 റൂളിങ്ങുകളാണ് ഇതുവരെ വിവിധ സ്പീക്കർമാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. ഉത്തരം നൽകി എന്ന് വരുത്താൻ വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഉത്തരത്തെയാണ് പല മന്ത്രിമാരും ആശ്രയിക്കുന്നത്. മറുപടി നൽകുന്നതിൽ അനാവശ്യമായ കാലതാമസം വരുത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മേൽ പിഴ ശിക്ഷ ഉൾപ്പെടെ ചുമത്താനും വ്യവസ്ഥയുണ്ട്. എന്നാൽ വീഴ്ച തുടരുമ്പോഴും ആർക്കുമെതിരെ നടപടിയെടുത്തിട്ടില്ല. കഴിഞ്ഞ സമ്മേളനത്തിൽ നവകേരള യാത്ര, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകൾ, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘം, ദുരിതാശ്വാസ നിധി എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി യഥാസമയം മറുപടി നൽകാതിരുന്നത്. ലോക കേരള സഭ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, സംസ്ഥാനത്തിന്റെ വരുമാന നഷ്ടം, സാമൂഹിക സുരക്ഷാ സെസ്, ട്രഷറി നിയന്ത്രണം, ടേൺ ഓവർ ടാക്സ് എന്നിവയ്ക്കാണ് ധനവകുപ്പ് മറുപടി നൽകാതിരുന്നത്. ക്യാമറ, ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം, RC അച്ചടിയിലെ കാലതാമസം,
മോട്ടോർ വാഹന വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ, സർക്കാർ വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ എന്നിവയ്ക്കാണ് ഗതാഗത വകുപ്പ് മറുപടി നൽകാതിരുന്നത്.